ശംഖ് എല്ലാ ക്ഷേത്രങ്ങളിലും ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ശംഖ് ഹിന്ദുമതത്തിൽ ഒരു ദിവ്യ വസ്തുവായി കണക്കാക്കപ്പെടുന്നു. വിശ്വരൂപമായ ശംഖിന് ദേവന്റെ പ്രതീകമായ പ്രധാന പദവിയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അടയാള ചിഹ്നവും ശംഖാണ്. ഭഗവാനെ ശംഖചക്രഗദാധാരി എന്നാണല്ലോ പറയുന്നത്. ദക്ഷിണാവർത്ത ശംഖ്, അതായത് ഇടത് വലിഞ്ഞ ശംഖ്, ദുർലഭവും കൂടുതൽ ശുദ്ധമായതും ഗുണമായതുമായ ശംഖാണ്. പൂജയിൽ ശംഖനാദം ദുഷ്ടശക്തികളെ ദൂരെയാക്കും എന്ന വിശ്വാസവുമുണ്ട്. ശംഖനാദം ഉയരുന്ന പരിസരങ്ങൾ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞതായിരിക്കും. നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിയുന്ന സമയത്ത് അവിടെ പൂജ ചെയ്യുന്ന തിരുമേനിമാരും പൂജാരികളുമൊക്കെ ശംഖിൽ നിന്നും ജലം കൊണ്ടുവന്ന് വെളിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങളിലേക്ക് തളിക്കാറുണ്ട്. ശംഖിൽ നിന്ന് ഇതേ രീതിയിൽ ഒരൽപ്പം ജലം നമ്മുടെ ശരീരത്തിലേക്ക് വീഴുമ്പോൾ തന്നെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി അകലുകയും പോസിറ്റീവ് എനർജി വരികയും ചെയ്യും. അതുപോലെ തന്നെ ശംഖിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ജലം ഒരു തുള്ളി നമ്മുടെ നാവിൽ ഇറ്റിച്ച ശേഷം ബാക്കി ജലം നമ്മുടെ തലയിലും ശരീരത്തിലുമൊക്കെ കുടയാം. ഇങ്ങനെ നമുക്ക് ഒക്കുന്ന അവസരങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ നിന്നും തളിക്കുന്ന ജലം നമ്മുടെ ശരീരത്തിൽ വീഴാൻ അവസരം ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ നമുക്ക് അകറ്റാൻ കഴിയും. അങ്ങനെ നെഗറ്റീവ് എനർജി നമ്മളെ വിട്ടകലുമ്പോൾ തന്നെ നമ്മളിൽ ഒരു പ്രസരിപ്പും ഉണർവും നല്ല സംസാര രീതികളും നല്ല പെരുമാറ്റ രീതികളും എല്ലാം താനേ കൈവരും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.